അപ്പോൾ ഇന്ന് ഞാനേ ഒരു നടന്ന സംഭവം പറയാൻ പോവാം. അപ്പോൾ എന്നോടത് പറഞ്ഞതാട്ടോ അവർ. അതായത് വീട്ടിലെ ഗൃഹനാഥൻ സുഖമില്ലാതെ അറ്റാക്കായി, അങ്ങനെ ഹോസ്പിറ്റലായി. അപ്പോൾ അവർ സുഖമില്ലാതെ ഇരുന്നപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും ഭാര്യ കൂടെ പോയി നിൽക്കും. ഹോസ്പിറ്റലിൽ രക്ഷപ്പെട്ട് വന്നു കേട്ടോ, അതാദ്യം പറഞ്ഞേക്കാം. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ രണ്ട് മക്കളാണ്. രണ്ട് മക്കളും അല്ല, ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഒരാൾ വീട്ടിൽ പഠിക്കണു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഈ പെട്ടെന്ന് ഹോസ്പിറ്റലായതോടുകൂടി ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അമ്മ വഴിയാവാം, അച്ഛൻ വഴിയാവാം കേട്ടോ, അവർ ബന്ധുക്കളുടെ പ്രവാഹമായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ഹോസ്പിറ്റലിൽ, വീട്ടിൽ, ദൂരെ നിന്നുള്ളവരൊക്കെ ഇവരെ കാണാൻ, കാരണം ഇവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുറച്ച് സാമ്പത്തികം ഉള്ളവരായിരുന്നു. അത് കാരണം അവർ ഒത്തിരി കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ തന്നെ. അപ്പോൾ അത് കാരണം എന്താ പറയുക, അവരുടെ ആ ബന്ധുക്കൾ അവർ സഹായിച്ചതിൻ്റെ ഒരിതിൽ ആ ബന്ധുക്കളെല്ലാം അവരെ കാണാൻ വരികയാണ്, ഹോസ്പിറ്റലിലായിട്ടും വീട്ടിലായിട്ടും ഒക്കെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അന്ന് തന്നെ മടങ്ങാൻ പറ്റില്ല, ദൂരെയുള്ളവരൊക്കെയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സിറ്റുവേഷൻ ആ സമയത്ത് കുറച്ച് മോശമായിരുന്നു, ICUയിലായിരുന്നു, അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഈ ബന്ധുക്കളൊക്കെ വന്നു. അപ്പോൾ ഇവർക്ക്, ഈ പറഞ്ഞ ഭാര്യയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് അവർ പറയാണ്, എനിക്ക് പുറമേ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഈ ബന്ധുക്കളുടെ ഇത് കാരണം ഇവരോട് മറുപടി പറയാനേ സമയമുള്ളൂ എന്നാണ് പറയണത്. എങ്ങനെയുണ്ട്, എന്നായിരുന്നു, എപ്പോഴായിരുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. എന്തായിരുന്നു സിംറ്റംസ്, കുറച്ച് മധ്യവയസ്കിലെത്തിയവരാണെങ്കിൽ നാളെ ഇവർക്കും ഒരു അറ്റാക്ക് വന്നാലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഇങ്ങനെ ഭാര്യയോട് ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമുള്ളവരാണ്, അവർക്ക് ഇതേപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറയാണ്, എനിക്കൊന്ന് ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ആ ICUവിൻ്റെ വാതിലിന് പുറമെ നിന്നുകൊണ്ടിരുന്നതെന്ന് പറയാണ്. കാരണം ഈ ബന്ധുക്കളോട് പറഞ്ഞ് ഈ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അവർ പറയണ ഒരു സംഭവമാണിത്, നടന്ന സംഭവമാണിത്. അവർ പറഞ്ഞു വരണത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ ബന്ധുക്കളുടെ വരവ് ഒരു ശല്യമായിപ്പോയി എന്നാണ് അവർ പറയണത്. അത് ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയല്ലേ. കാരണം ഹോസ്പിറ്റലിലാണ്, ശരിയാണ്, ഒരു കാലത്ത് ഇവരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരാൾക്ക് വേണ്ടി ആ ഭാര്യ, സ്വന്തം ഭാര്യ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവർ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോകുമ്പോൾ കണ്ടു, ഓക്കെ, അവരുടെ എന്തെങ്കിലും പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോ, ഞങ്ങളിവിടെ ഉണ്ട്, പുറമേ ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. അത് ചെയ്യാതെ കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് പേഷ്യൻറ്റിന് വേണ്ടി ഒരാൾ ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് പോയി നിന്ന് എല്ലാം കൂടി കൂട്ടം കൂടി നിൽക്കും. കൂട്ടം കൂടി നിന്നാൽ പോരാ, അവിടെ നിന്ന് വർത്തമാനം, ആദ്യം രോഗിയെപ്പറ്റി, അസുഖത്തെപ്പറ്റി, അല്ലെങ്കിൽ അവൻ ചെയ്ത പുണ്യത്തെപ്പറ്റി, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നാട്ടുവിശേഷവും, അവിടെ അങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു, അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ശരിയായേനെ, ഇവിടെ വേണ്ടായിരുന്നു, ഇവിടുത്തെ ഡോക്ടർ ശരിയല്ല, അല്ലെങ്കിൽ ഇവിടെ പൈസ കൂടുതലാണ്, ഇങ്ങനെയുള്ള വർത്തമാനമായിരിക്കും. ഇത് ശരിയല്ല ഞാൻ പറയണത്. സത്യത്തിൽ ഒരുമാതിരി ഹോസ്പിറ്റലിനൊന്നും അങ്ങനെ എല്ലാവരെയും കേട്ടില്ല കേട്ടോ. പക്ഷെ ചില ഹോസ്പിറ്റലിൽ ഇങ്ങനെയുണ്ട്. കുറച്ച് വലിയ ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരു നമുക്ക് കാണാൻ വിസിറ്റേഴ്സിന് ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എല്ലാം കൂടി വന്ന് നിന്ന് അത് ആ എന്താ പറയുക, അവരുടെ മനസ്സിനെ ശരിക്കും ഒന്നും കൂടി ഇവർ തേജോവധം ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. അതിലും ഏറ്റവും നല്ലത്. അപ്പോൾ അവർ പറഞ്ഞാണ്, ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണിത്. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ട്, മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിനും ഒരു ഇത് കിട്ടും. ഒരു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അകത്ത് കിടക്കുന്ന ആളും ചിലപ്പോൾ റിക്കവറായി വരാം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഈ ഇവരുടെ ബന്ധുക്കളുടെ ഈ വരവ് കാരണം അതിനിടയ്ക്ക് ഫോൺ, അതും മാത്രമല്ല, ഫോൺ ചെയ്ത് ചോദിക്കൽ ഒരു വശത്തുനിന്ന്, അങ്ങനെ ഒത്തിരി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കണ കേസാട്ടോ. ചിലർക്ക് ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ കാപ്പ് കുടിക്കാനോ കുട്ടികളെയും കൊണ്ടൊക്കെ ആയിരിക്കും എന്നെ ചിലപ്പോൾ ക്യാൻറ്റീനിൽ പോയി കഴിക്കേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിൽ ഇവളെയും വിളിക്കും, അല്ലെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ, ആ കൂടെ പുറമെ നിന്ന് കരയുന്ന, അല്ലെങ്കിൽ വിഷമിക്കുന്ന അവരെയും വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. ഇതൊന്നും ആവശ്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ അവരവിടെ നിന്ന് അവരുടെ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും അവരവിടെ നിൽക്കണത്. അത് ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കാതെ ചിലവരെന്താ പറയണതെന്നറിയോ,
അങ്ങനെയുള്ളവർ ഇങ്ങനെ വിഷമിക്കരുത്, അതായത് അവർ വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് ചിലവരിങ്ങനെ ഓരോന്നിങ്ങനെ തമാശ പറഞ്ഞ് ഓരോന്നും പറയൽ ഇങ്ങനെ ഭയങ്കര മനധൈര്യം കൊടുക്കണതാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ചിന്തിക്കണില്ല അവരുടെ ഉള്ളിൽ എത്ര അവർ വിഷമിക്കുന്നുണ്ടെന്നുള്ളത്. എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ അധികമായാൽ അത് കൊള്ളില്ല എന്നുള്ളത് നമ്മൾ പറയാറില്ലേ. എന്ത് കാര്യം സ്വന്തമായിക്കോട്ടെ ബന്ധമായിക്കോട്ടെ. അതുപോലെ ഇപ്പോൾ അവർ ഹോസ്പിറ്റലാണ് എന്ന് കരുതി ബന്ധുക്കളെല്ലാം കൂടി അവരുടെ വീട്ടിൽ പോയി താമസിക്കൽ അത് അവർക്കൊരു വിഷമമുണ്ടാക്കുന്ന കേസാണ്. കാരണം അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഇതിൽ പെട്ടെന്ന് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കായിരിക്കും. അതിനിടയ്ക്ക് ബന്ധുക്കളും വീട്ടിൽ വന്ന് കയറി എല്ലാം കൂടി അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നുണ്ടല്ലോ. അവർക്ക് വീണ്ടും അവർക്ക് ഒന്നും കൂടി ടെൻഷൻ കൂട്ടുകയുള്ളൂ സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, ഇത് ഞാൻ ചെയ്യണത് ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്നേഹം കൊണ്ട് പോണതല്ലേ ഒരു ബന്ധുവിനെ കാണാൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ട് കിടക്കുന്നവരെ കാണാൻ പോണത് തെറ്റാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. പക്ഷെ നമ്മൾ കാണുക, അവരോട് വിവരം തിരക്കുക. ഈ സഹായത്തിൻ്റെ പേരും പറഞ്ഞ് അവിടെ അടിഞ്ഞുകൂടി കിടക്കരുതെന്നേ ഞാൻ പറയണുള്ളൂ. കാരണം എത്രയായിക്കോട്ടെ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ആ സമയത്ത് അവർക്ക് ശരിയായിരിക്കാം, അവർക്ക് വിഷമം ഉണ്ടാവും, സമാധാനം കൊടുക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഓരോന്നും പറയുന്നുണ്ടാവാം. പക്ഷെ അവർ ആ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. അവർ പറയണതാണ് എനിക്കൊന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കണമെന്നുണ്ട്, അതുപോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അവരെങ്ങനെയോ റിക്കവർ ചെയ്ത് വന്നു കേട്ടോ. പണത്തിൻ്റെ ബലം കൊണ്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന ഈ പറഞ്ഞവർ അവരുടെ വഴിപാടിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഗുണം കൊണ്ടായിരിക്കാം അവരെന്തായാലും രക്ഷപ്പെട്ട് വന്നു. പക്ഷേ അത് അവരെ പറഞ്ഞ വാക്കുകളിൽ എനിക്കൊരു പോയിൻ്റ് കിട്ടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. നമ്മൾ പറയാറില്ലേ, എന്ത് വിഷമം ഉണ്ടായാലും അത് അവനവന് വരുമ്പോഴേ അതിൻ്റെ ആ വിഷമം എന്നുള്ളത് എന്താണെന്നുള്ളത് അറിയുള്ളൂ എന്ന്. ഇത് തന്നെയാണ് ഇവിടെയും. നമുക്ക് അതുപോലെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലുള്ളവർ വരുമ്പോഴാണ് നമുക്കും അത് മനസ്സിലാവുകയുള്ളൂ. ഒരാൾ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടാലോ ഒരു പക്ഷേ നമുക്കത് മനസ്സിലായി എന്ന് വരില്ല. ശരിയല്ലേ ഞാൻ പറയണത്? ഞാനിത് പറയണതുകൊണ്ട് എന്നെ ആരും തെറി വിളിക്കരുത് കേട്ടോ. ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞോട്ടെ, ഇങ്ങനെയും ഉണ്ട്. ഒരാൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മനസ്സാവാച ഒന്നും അറിയാതെ നമ്മൾ ഒരു ഇതിൽ പോണതായിരിക്കാം. പക്ഷേ ഇങ്ങനെയും തെറ്റായിട്ടും എടുക്കുന്നുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും